ഫോബ്സിന്റെ കണക്ക് പ്രകാരം ഇന്ന് സോഹോയുടെ ആസ്തി $3.75 ബില്യൺ ആണ്. അതായത് ഏകദേശം 31,000 കോടി രൂപ. സോഹോയുടെ കഴിഞ്ഞ വർഷത്തെ ലാഭം മാത്രം ഏകദേശം 2,836 കോടി രൂപയോളം വരും. ഹായ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കഥ പറയാനായിട്ടാണ്. വെറും കഥയല്ല, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കഥ. നിങ്ങളൊരു ഓൺട്രപ്രണർ ആണോ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണിത്. കഥ തുടങ്ങുന്നത് ചെന്നൈയിൽ നിന്നാണ്. 90കളുടെ അവസാനം, കൃത്യമായി പറഞ്ഞാൽ കൊല്ലവർഷം 1996. പഴയ ചെന്നൈ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ഉള്ളിലേക്ക് ഓടി വരുന്നത് സിനിമയും സിനിമാ താരങ്ങളെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന ചെന്നൈ ആയിരിക്കും. എന്നാൽ സിനിമയായോ സിനിമാ താരങ്ങളായോ ഈ കഥയ്ക്ക് യാതൊരുവിധ ബന്ധവുമില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2022-23 കാലയളവിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ലാഭം നേടിയ ഒരു ഇന്ത്യൻ സോഫ്റ്റ്വെയർ കമ്പനിയും അതിൻ്റെ സാരഥിയുടെയും കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി. കൂടുതൽ സസ്പെൻസ് ഇടുന്നില്ല. കമ്പനി ദ സോഹോ, ഫൗണ്ടർ ശ്രീധർ വെമ്പു. 90കളുടെ അവസാനം തൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ശ്രീധർ വെമ്പു സ്വന്തമായി എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. കൂട്ടിന് സുഹൃത്തായ ടോണി തോമസിനെയും കൂട്ടുന്നു. അങ്ങനെ അവിടെ പുതിയൊരു കമ്പനിക്ക് അല്ലെങ്കിൽ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കുന്നു. തൻ്റെ ആദ്യ സംരംഭത്തിൻ്റെ പേര് അഡ്വാനെറ്റ് എന്നായിരുന്നു. പിന്നീട് പിൽക്കാലത്ത് 2009 അത് സോഹോ കോർപ്പറേഷനായി മാറുകയായിരുന്നു. സ്റ്റാർട്ടപ്പ് സ്വപ്നം കാണുന്നവർക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് സോഹോ. സോഹോയുടെ ഏതെങ്കിലും ഒരു സർവീസെങ്കിലും നിലവിൽ ഉപയോഗിക്കുന്നവരായിരിക്കും നമ്മളിൽ ഏറിയ പങ്കും. ശ്രീധർ വെമ്പുവിൻ്റെ വെയർബൗട്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ തഞ്ചാവൂരിലെ ഒരു ചെറിയ കാർഷിക കുടുംബത്തിൽ ജനിക്കുന്നു. തമിഴ് മീഡിയം സ്കൂളിൽ പഠിച്ച് അവിടെ നിന്ന് മദ്രാസ് IITയിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം കരസ്ഥമാക്കുന്നു. അതിനുശേഷം തൻ്റെ ഉപരിപഠനം അമേരിക്കയിലായിരുന്നു. ആ കാലയളവിൽ തൻ്റെ സാമ്രാജ്യം അദ്ദേഹം പതിയെ കെട്ടിപ്പടുക്കുകയായിരുന്നു. അപ്പോഴും അദ്ദേഹത്തിന് വലിയൊരു വിഷൻ ഉണ്ടായിരുന്നു. അമേരിക്കയിലെ സിലിക്കൺ വാലി പോലെ നമ്മുടെ ഇന്ത്യയിലെ കൊച്ചു ഗ്രാമങ്ങളിൽ അതുപോലെ ഓരോ ഇടങ്ങളിലും സിലിക്കൺ വാലി ഉണ്ടാകണം. അതെ, ഗ്രാമങ്ങളിൽ തൻ്റേതായ സിലിക്കൺ വാലി കെട്ടിപ്പടുക്കണമെന്നായിരുന്നു. വൻകിട കമ്പനികളുടെ ക്യാമ്പസുകൾ താൻ ജനിച്ചു വളർന്ന പോലത്തെ ചെറിയ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ദിവസം അദ്ദേഹം മനസ്സിൽ താലോലിച്ചുകൊണ്ടേയിരുന്നു. ഏതൊരു ഓൺട്രപ്രണറെ പോലെയും തുടക്കകാലത്ത് പണം സ്വരൂപിക്കാൻ അദ്ദേഹം നന്നായി കഷ്ടപ്പെട്ടു. ഒടുവിൽ കൂട്ടുകാരുടെ കയ്യിൽ നിന്നും കുടുംബക്കാരുടെ കയ്യിൽ നിന്നുമൊക്കെ ചെറിയ തുകകൾ പിരിച്ചാണ് അദ്ദേഹം കമ്പനി ആരംഭിക്കുന്നത്. പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ തൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒക്കെ ശേഖരിച്ച ആ ചെറിയ തുകകൾ കൊണ്ട് അദ്ദേഹം തൻ്റെ സ്വപ്നം കെട്ടിപ്പടുക്കുകയായിരുന്നു. നാളിതുവരെ ഈ നിക്ഷേപങ്ങളല്ലാതെ പുറത്തുനിന്ന് അന്നും ഇന്നും വേറെ യാതൊരുവിധ നിക്ഷേപവും സോഹോ നേടിയിട്ടില്ല. അതിൻ്റെ ആവശ്യം സോഹോയ്ക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ ശ്രീധർ വെമ്പു അതിന് ഒരു അവസരം നൽകിയില്ല. ചുരുക്കി പറഞ്ഞാൽ സോഹോ ഇന്നും പ്രൈവറ്റ്ലി ഓൺഡ് കമ്പനിയാണ്. ആരുടെയും കീഴിലല്ലാതെ ആവശ്യത്തിന് സ്വാതന്ത്ര്യത്തോടെയുള്ള മുന്നേറ്റം. സ്വന്തമായി വഴിവെട്ടി വന്നവനാടാ എന്ന സിനിമാ ഡയലോഗിനെ ഓർമ്മിപ്പിക്കും വിധം ആയിരുന്നു വളർച്ച. ഫോബ്സിന്റെ കണക്ക് പ്രകാരം ഇന്ന് സോഹോയുടെ ആസ്തി $3.75 ബില്യൺ ആണ്. അതായത് ഏകദേശം 31,000 കോടി രൂപ. സോഹോയുടെ കഴിഞ്ഞ വർഷത്തെ ലാഭം മാത്രം ഏകദേശം 2,836 കോടി രൂപയോളം വരും. ഇന്ന് സോഹോ 55-ലധികം സോഫ്റ്റ്വെയർ ഉൽപ്പന്നങ്ങൾ ഏകദേശം 150-ലധികം രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ സോഹോയുടെ സേവനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഫോർ ദ വേൾഡ് എന്നാണ് സോഹോയുടെ ടാഗ്ലൈൻ. ലോകത്തിന് വേണ്ടി ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. ശ്രീധർ വെമ്പു തൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയിൽ ഒരിക്കലും അസൂയപ്പെട്ടിട്ടില്ല. അദ്ദേഹം സാധാ ജനങ്ങൾക്ക് വേണ്ടിയും ഉപകാരങ്ങളും നന്മകളും ചെയ്തുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം സോഹോ സ്കൂളും തുടങ്ങി വെച്ചു. അവിടെ സാങ്കേതികമല്ലാത്ത പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് സോഫ്റ്റ്വെയർ പരിശീലനം നൽകുന്നു. ഒരു ഗ്രാമത്തിലെ ജീവിതം രുചിച്ച അദ്ദേഹത്തിനിപ്പോൾ നഗരങ്ങളിലെ ജീവിതം ഒട്ടും സുഖകരമല്ല എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. തനി ഗ്രാമീണ ജീവിതം നയിക്കുന്നതിനൊപ്പം സോഹോയുടെ കോർപ്പറേറ്റ് സംസ്കാരത്തിലെ ആ മൂല്യങ്ങൾ ഒട്ടും തന്നെ ചോരാതെ അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളിൽ നൽകിയ അഭിമുഖങ്ങളിൽ അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്.
ഞാനൊരു കമ്പനി നടത്തുന്നുണ്ട്, പക്ഷേ അത് ഒരിക്കലും ഒരു പരമ്പരാഗത രീതിയിലല്ല. വൻകിട കോർപ്പറേറ്റായി വളരാൻ വേണ്ട ഫോർമുലകളെ അദ്ദേഹം അപ്പാടെ ഉടച്ചു വാർത്ത് പുതിയ രീതിയിൽ അദ്ദേഹം മാറ്റി എഴുതുകയായിരുന്നു.